കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ ലോക്ക്ഡൌൺ ഒക്കെ ആയി, നമ്മുടെ പ്ലാനുകളൊക്കെ തെറ്റി. സാധാരണ ഈ ദിവസങ്ങളിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസം തന്നെ പിന്നത്തെ ദിവസത്തേക്കുള്ള കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും അരിഞ്ഞു വെക്കാനുള്ളത് അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുള്ളതൊക്കെ ആലോചിച്ച് വെക്കാറുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഇതിലെ സാഹചര്യത്തിൽ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി നേരമായി എണീക്കുക, എല്ലാത്തിരി മടിയാണ്. എന്താ വെച്ചാൽ എല്ലാം ചെയ്യും. രാവിലെ എണീച്ചിട്ടാവും നോക്കുക എന്താ ഉള്ളേ, ഏത് ഇൻഗ്രീഡിയൻ്റ് ഉള്ളേ, നമുക്ക് ഏത് പച്ചക്കറി ഉള്ളേ എന്നൊക്കെ രാവിലെ എണീറ്റിട്ടാണ് സാധനം നോക്കാം. അപ്പൊ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് പുറത്തിറങ്ങി നമുക്ക് എപ്പോഴും സാധനങ്ങൾ മേടിക്കാനും പറ്റില്ല. അപ്പൊ വീട്ടിലുള്ള ഒരു ഇൻഗ്രീഡിയന്റ് വെച്ചിട്ട്, അതായത് പച്ചക്കായ വെച്ചിട്ട്, അപ്പൊ ഇന്ന് ഞാൻ തുറന്നു നോക്കിയപ്പോ നമ്മുടെ വീട്ടില് ഒരു കായ ഇരിക്കുന്നുണ്ട്, നേന്ത്രക്കായ ഇരിക്കുന്നുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കാറുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോറിന് പറ്റിയിട്ടുള്ള ഗ്രേവി ആയിട്ടുള്ള ഒരു കറിയാണ് നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബും ചെയ്യാം. അപ്പൊ നമ്മൾ വലിയൊരു നേന്ത്രക്കായാണ് എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് പീൽ ചെയ്തെടുക്കണം. ഇത് കടലപ്പരിപ്പാണ്, ഒരു 50 ഗ്രാം കടലപ്പരിപ്പാണ്. ഇപ്പൊ കടലപ്പരിപ്പ് കയ്യിലില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ തൂവരപ്പരിപ്പ് എടുത്താൽ മതി കേട്ടോ. പിന്നെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി എടുത്തു വെച്ചിരിക്കുന്നത് വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മളിവിടെ 10 വറ്റൽമുളക്, 2 നുള്ളു ജീരകം, 2 തണ്ട് കറിവേപ്പിലും എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊരു 6 ടേബിൾ സ്പൂൺ നാളികേരം ചിരകിയതാണ് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം വേണം, ഉപ്പ് വേണം, ഒരു നുള്ള് കായം പൊടിച്ചത് വേണം. ആദ്യം തന്നെ നമ്മളൊരു കുക്കർ എടുത്തിട്ട് ഈ കടലപ്പരിപ്പ് ഇത് കഴുകി വൃത്തിയാക്കി വെച്ചാണ് കേട്ടോ. കടലപ്പരിപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം, ആവശ്യത്തിന് ഉപ്പും. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു 2 വിസിലടിക്കണം കേട്ടോ. കുറച്ച് വെള്ളം കൂടിയാലും കുഴപ്പമില്ല. അപ്പൊ 2 വിസിലടിക്കട്ടെ. ആ സമയത്ത് നമുക്ക് നേന്ത്രക്കായ പീൽ ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കായ നുറുക്കിടാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ കുറച്ച് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. തൊലിയോട് കൂടിയിട്ടല്ല കേട്ടോ, തൊലി നമ്മൾ പീൽ ചെയ്ത് കളഞ്ഞു. ഇപ്പൊ നല്ല ഫ്രഷ് കായൊക്കെ ആണെങ്കിൽ തൊലി ഇട്ടാലും കുഴപ്പമില്ല. ഇതിപ്പോ ഞാൻ ഫ്രിഡ്ജിലിരിക്കുന്ന കായ ആയതുകൊണ്ടാണ് ഞാൻ തൊലി റിമൂവ് ചെയ്തട്ടോ. നമ്മളിങ്ങനെ സ്ക്വയറായിട്ട് സാധാരണ അരിയില്ലേ, മോരൊഴിച്ച് കറിക്കൊക്കെ അരിയണ പോലെ അരിയാം. നമ്മളൊരു ചട്ടി അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മള് എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽ മുളക് ഉണ്ടല്ലോ, വറ്റൽ മുളകിൽ നിന്ന് ഒരു 7 വറ്റൽമുളക്, 10 വറ്റൽമുളക് എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 7 വറ്റൽമുളക് നമ്മൾ ഈ ചട്ടിയിലേക്ക് ഇട്ടുണ്ട്. 3 എണ്ണം നമുക്ക് കാച്ചാനുള്ളതാണ്. ഇവിടെ 2 നുള്ള് ജീരകം, നല്ല ജീരകമാണ്, അത് എടുത്തു വെച്ചതും കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ 6 ടേബിൾ സ്പൂൺ നാളികേരം എടുത്ത് വെച്ചേക്കണേ. ഇതിൽ 3 ടേബിൾ സ്പൂൺ നാളികേരം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ എണ്ണയില്ലാണ്ടാണ് കേട്ടോ ചൂടാക്കണത്. ഇതൊന്ന് നമ്മൾ ചൂടാക്കി എടുക്കാണ്. അപ്പൊ നമ്മളൊരു 2 മിനിറ്റ് മാത്രമാണ് കേട്ടോ റോസ്റ്റ് ചെയ്യുന്നത്. ഇത് ബ്രൗൺ കളർ ആവുക ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഈ കറിയുടെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വെളുത്തുള്ളി ഉള്ളിയൊക്കെ ഉപയോഗിക്കാത്തവർക്ക് നല്ലൊരു കറിയായിരിക്കും. അധികം സ്പൈസസ് ഒന്നും മറ്റ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഉപയോഗിക്കുന്നത്. ഇനി ഇതൊന്നും നമുക്കൊരു മിക്സിയുടെ കപ്പലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പൊ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരയുന്ന രീതിയിൽ നമ്മൾ അരച്ചെടുക്കാം. ഇതില് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ഞാനിത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം. അപ്പൊ നമ്മള് നാളികേരം വറ്റൽമുളകും ജീരകവും കൂടിയിട്ട് അരച്ചിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കുക്കർ 2 വിസിലടിച്ചിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. അപ്പൊ ഒത്തിരി വേവ് കുറവുണ്ട് കേട്ടോ. നമുക്ക് ഇനി കായിട്ടിട്ട് അടിക്കാനുണ്ട്, 2 വിസിലടിക്കണം. അപ്പത്തേക്കും ഈ പൈപ്പ് വെന്തോളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാനത് മുൻപ് എടുത്തത്, അല്ലെങ്കിൽ ഒരു 3-4 വിസില് അടിക്കേണ്ടി വരും. അപ്പൊ കായ വെള്ളത്തിൽ നിന്ന് ഒന്ന് കഴുകി
നമുക്ക് കുക്കറിലേക്ക് ഇടാം. വീണ്ടും കുറച്ച് വെള്ളം ഒഴിക്കാം. കായും കൂടി വേവണം, നന്നായിട്ട് വേവണം കേട്ടോ. ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടിട്ടുള്ള കാരണം പിന്നെ ഞാൻ ഇടുന്നില്ല. ഇതിന് ആവശ്യത്തിന് കറി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഉപ്പില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പിട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ കുക്കർ 2 വിസിലും കൂടി അടിച്ചിട്ടുണ്ട് കേട്ടോ. കായും വെന്തിട്ടുണ്ട്, നമ്മുടെ പരിപ്പും വെന്തിട്ടുണ്ട്. ഇനി ഒരു മൺചട്ടിയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. നമുക്ക് ഈ കുക്കറിലുള്ളത് ഇതിലേക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്യാം. കുക്കറിൽ തന്നെ ഉണ്ടാക്കാട്ടോ വേണമെങ്കിൽ, ഞാൻ പിന്നെ ഇതിലേക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പരിപ്പൊക്കെ ആണെങ്കിൽ നമ്മുടെ സാധാരണ തൂരപ്പരിപ്പില്ലേ, തൂരപ്പരിപ്പൊക്കെ എടുക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു വിസില് ആദ്യം അടിച്ചിട്ട് പിന്നെ റായിട്ടിട്ട് ഒരു വിസിലും കൂടി അടിച്ചാൽ മതി. കടലപ്പരിപ്പിന് കുറച്ചും കൂടി വേവുള്ള കാരണമാണ് ഞാൻ 4 വിസില് മൊത്തം അടിച്ചത് കേട്ടോ. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഈ നാളികേരം ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഗ്രേവിയുടെ കൺസിസ്റ്റൻസിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പൊ ആ സമയത്ത് നമുക്ക് ഇപ്പുറത്ത് നമ്മുടെ ഒരു ചട്ടി വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മള് എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കടുകും ജീരകവും കൂടി ഒരുമിച്ച് ഇട്ട് കൊടുക്കാൻ പോകും. കടുക് പൊട്ടി തീരാറായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇതിലേക്ക് വറ്റൽമുളക്, അപ്പൊ ഞാൻ മുഴുവനോടെയാണ് ഇടുന്നത്. വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കി ഒരു 3 ടേബിൾ സ്പൂൺ നാളികേരുണ്ട്, അത് ഇട്ട് കൊടുക്കാൻ പോവാം കേട്ടോ. ഇത് നമ്മൾ ഒന്ന് ചുവന്ന് വരുന്ന വരെ, അതായത് ഒരു ഗോൾഡൻ കളർ ആവണ വരെ ഒന്ന് ഫ്രൈ ആക്കണം. ഇതിലേക്ക് ഇനി ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് അപ്പൊ ഞാൻ സ്വല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഏകദേശം നമ്മൾ പറഞ്ഞ ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 നുള്ള് കായം പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതും നന്നായിട്ട് തിളച്ച് കൂടി വന്നിട്ടുണ്ട്. അപ്പൊ ഇതും നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ കറിയുടെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ഒഴിച്ചുകറി. ഈ കറിക്ക് വേറെ ഏതെങ്കിലും കറിയായിട്ട് സമയം തോന്നുന്നുണ്ടെങ്കിൽ അത് യാദൃച്ഛികം മാത്രം. കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ കറികളുടെ മിക്കവാറും അമ്മമാർക്ക് അറിയാമായിരിക്കാം വേറെ ഏതോ ഒരു കറിയുടെ സാമ്യം ഉണ്ടെന്ന് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ പുതിയ കറികൾ കണ്ടുപിടിക്കുക. നല്ല ടേസ്റ്റ് ആണ്. ഇതുപോലെ ഈ നാളികേരം ഫ്രൈ ചെയ്തിടുന്നുണ്ട്, അപ്പോഴാണ് അതിന്റെ റിയൽ ടേസ്റ്റ് വരിക. അപ്പൊ നിങ്ങൾ എന്തായാലും ഇതേപോലെ ഉണ്ടാക്കി നോക്കുക. അപ്പൊ അടുത്ത തവണ നമുക്ക് പുതിയ റെസിപ്പിയുമായി കാണാം. ബൈ.